അതേപോലെ ഹോട്ടലൊക്കെ ആണെങ്കിൽ ക്യാഷ്യർ അല്ലെങ്കിൽ വെയിറ്റർമാർ, അതേപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ്, ഈ ആളുകളോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇത്തരം ആളുകളോട് എപ്പോഴും നമ്മൾ വളരെ കൈൻഡായിരിക്കാം. അവരും ജീവിക്കാൻ വേണ്ടി ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു ഡ്രൈവറെ കൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടലൊരു വെയിറ്റർക്ക് അവരുടെ സർവീസ് ചിലപ്പോൾ നല്ലതായിരിക്കും. അവർ നമ്മളോട് സംസാരിച്ച് നമുക്കൊരു ഉത്തേജനവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അവർക്ക് ചെറിയൊരു സ്നേഹത്തോടു കൂടുള്ള ഒരു ടിപ്പ് കൊടുക്കാൻ നമ്മൾ മറക്കരുത്. കാരണം അത് അവരൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത് ഒരു അപ്രിസിയേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതൊരു പണം മാത്രമല്ല, അവർക്ക് നമ്മൾ കൊടുക്കുന്ന വളരെ ചെറിയൊരു അംഗീകാരം കൂടിയാണ്. അതേപോലെ തന്നെ നമ്മളെ കരിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ വിജയങ്ങളെക്കുറിച്ചോ പൊങ്ങച്ചോ പറയാതിരിക്കുക, ഓവർ തള്ളി മറിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സെറ്റപ്പിൽ പറയാനുള്ളത്. എപ്പോഴും നമ്മുടെ വാക്കും പ്രവൃത്തിയും മാച്ചിങ് ആണോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം അത് ചെയ്യാൻ പറ്റും എന്ന് പറയുക. ഇല്ലെങ്കിൽ എത്ര നല്ല ആളാണെങ്കിലും അവരോട് പറയാം, അയ്യോ എനിക്കത് പറ്റില്ല എന്ന് തന്നെ തുറന്ന് പറയാൻ പഠിക്കണം. സമയം കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു എക്സ്ട്രീം സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ തമാശകൾ പറഞ്ഞുകൊണ്ടേക്കുക. നമ്മൾ ആ സമയത്ത് വിചാരിക്കും നമ്മൾ ഭയങ്കര കരിസ്മാറ്റിക് ആണ്, എൻ്റെ തമാശ അവർ എൻജോയ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് അവർ തീരെ എൻജോയ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളവിടെ അരോചകമായിരിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക.